അവയവക്കടത്ത് കേസിൽ സ്വകാര്യ ആശുപത്രികളെ കുരുക്കി രേഖകളും ഡിജിറ്റൽ ഡിവൈസുകളും കേസിലെ മുഖ്യകണ്ണി മുഹമ്മദ് നജീബിൽ നിന്ന് പിടിച്ചെടുത്തതിൽ നിയമവിരുദ്ധമായി കല്ലഡ്രാസ് മെഡിക്കൽ ടൂറിസവുമായി ഒപ്പുവെച്ച കരാറുകളുമുണ്ട്. ദാതാക്കളെ എത്തിച്ചാൽ ഏജന്റിനുള്ള കമ്മീഷൻ വ്യവസ്ഥകളാണ് ഈ കരാറിലുള്ളത്. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രേഷ്മ, വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ് ED ഈ കേസിൽ പിടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് പല നിർണായകമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ കരാറിൽ കമ്മീഷൻ വ്യവസ്ഥകൾ ചെയ്യുന്ന കരാറടക്കം ഈ പിടിച്ചെടുത്തതിൽ ഉണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് രേഷ്മ? രാഖി, അശ്വതി, നേരത്തെ അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരെ ED ചോദ്യം ചെയ്തിരുന്നു. ഈ അന്വേഷണം കൂടുതൽ ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് ചില ഡിജിറ്റൽ ഡിവൈസുകളും അതോടൊപ്പം തന്നെ ചില നിർണായകമായിട്ടുള്ള രേഖകളും ED പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ മുഖ്യ കണ്ണിയായിട്ടുള്ള മുഹമ്മദ് നജീബിനെ പിടികൂടിയ ഘട്ടത്തിൽ തന്നെയാണ് ഈ രേഖകളും ഉപകരണങ്ങളും ED പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ കല്ലട്രാസ് മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികൾ കരാറുണ്ടാക്കിയിരുന്നു. അതായത് നിയമവിരുദ്ധമായിട്ട് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കരാറുകൾ തന്നെയാണ് ഇത്. അതായത് ഏജന്റുമാർക്ക് എത്ര രൂപ കമ്മീഷൻ നൽകും അത് സംബന്ധിച്ചുള്ള ധാരണ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുഹമ്മദ് നജീബ് ഉൾപ്പെടെയുള്ള ഇടനിലക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ഏജന്റുമാരുടെ കമ്മീഷൻ വ്യവസ്ഥകൾ അടങ്ങുന്ന കരാർ രേഖകളാണ് നിലവിൽ EDയുടെ പക്കലുള്ളത്. ഈ കരാർ രേഖകൾ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലുകൾ തന്നെയായിരിക്കും ED അന്വേഷണ സംഘം ഇനി നടത്തുക. ഈ സ്വകാര്യ ആശുപത്രികളിലെ പല ഡോക്ടർമാരും ഈ കുറ്റം സമ്മതിച്ചതായിട്ടാണ് വിവരം. അതായത് നിയമവിരുദ്ധമായിട്ടാണ് ഈ നടപടികളൊക്കെ തന്നെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ശസ്ത്രക്രിയകൾ തന്നെ തങ്ങൾ ചെയ്തതെന്നാണ് ഡോക്ടർമാർ സമ്മതിച്ചിട്ടുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കും. പ്രധാനമായിട്ടും ഈ അവയവക്കടത്ത് റാക്കറ്റുമായി ചേർന്നുകൊണ്ട് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് വഴി എത്രത്തോളം സാമ്പത്തിക നേട്ടങ്ങൾ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് നടന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ ഈ പണമൊക്കെ തന്നെ ആരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്, ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും വിവരങ്ങളും തന്നെയാണ് ഡോക്ടർമാരിൽ നിന്നും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ED അന്വേഷണ സംഘം തേടിക്കൊണ്ടിരിക്കുന്നത്. ഈ മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇടനിലക്കാരായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം അതോടൊപ്പം തന്നെ മറ്റ് ചില കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടൂറിസം സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്നെ ഈ അവയവക്കടത്ത് റാക്കറ്റാണ് എന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. വലിയ തുകയാണ് ഇവർ ഇത്തരത്തിൽ രോഗികളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ദാതാക്കളായിട്ട് എത്തുന്ന ആളുകൾക്ക് ഏറ്റവും തുച്ഛമായിട്ടുള്ള തുക അത് പലപ്പോഴും കൊടുക്കാറ് കൂടിയില്ല എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. നജീബിന്റെ ഒക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നജീബിനെ കൂടാതെ ഡോക്ടർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇക്കാര്യത്തിൽ EDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ EDക്ക് ഈ കേസിൽ ലഭിച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരശേഖരണത്തിലാണ് ED എന്നുള്ളതാണ്.